ಈ ಗುಡ್ ನೈಟ್ ಕೊದಿಗಿನ ಮಸ್ತ್ ಮಸ್ತ್ ಈ ಗುಡ್ ನೈಟ್ ಕೊದಿಗಿನ ಮಸ್ತ್ ला 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 ला. അണ്ണാ, ജ്യേഷ്ഠൻ തമ്പുരാന് വേറെ കല്യാണം ഉറപ്പിച്ചു. നമ്മുടെ വാസ്തവൻ ചേട്ടൻ പറഞ്ഞതാ, അപ്പൊ വാസ്തവമായിരിക്കണം. ഇതാ ഇഡ്ഡലിയും കടലയും ചമ്മന്തിയും സാമ്പാറും ഉണ്ട്. എവിടുന്ന? ഗജമുഖ വിലാസ ഹോട്ടലിൽ നിന്ന്. അതല്ല, കല്യാണം. ഓ കല്യാണോ? ആ കണ്ണു ഡോക്ടർ, ഡോക്ടർ ജയശ്രീയോ? പേര് ഞാൻ ചോദിച്ചില്ല, പോയി ചോദിച്ചിട്ട്. പാർവതി തമ്പുരാട്ടി വലിയ വാശിയായിട്ട് എടുത്തിരിക്കുക. അതേ ദിവസം അതേ പന്തലിൽ വെച്ച് അതേ മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്തുമെന്ന്. നമുക്കെല്ലാം അറിയാവുന്ന കുട്ടിയല്ലേ അമ്മേ? എന്നാ പിന്നെ നേരത്തെ ഇത് തന്നെ ആകാരുന്നില്ലേ മോളെ? വെറുതെ എന്തിനാ നമ്മുടെ സുധുവിനെ ഇതിൽ വലിച്ചിട്ടത്? അവളെ അവൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ പിന്നെ എന്താ അമ്മേ ചെയ്യേണ്ടത്? തെറ്റിൽ നിന്നും കൂടുതൽ തെറ്റുകളിലേക്ക് നീ എടുത്തു ചാടരുത്. കല്യാണം മാറ്റി വയ്ക്കാൻ പറ്റില്ല. ഇതാവുമ്പോ ആദ്യം അപ്പനും വന്ന ആലോചനയാണ്. കുട്ടിയെ അവനും അറിയാം. ആ വീട്ടുകാർക്ക് സമ്മതമാ. എന്റെ സമ്മതം ചോദിക്കണ്ട. നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്റെ വിഷ്ണുമോയെ. അവരെ അവമാനിച്ചു വിട്ടെങ്കിലേ നിന്റെ പോക്ക് അടക്കമില്ലായിട്ടാ. പഠിപ്പൊരു വഴിയൊന്നുമല്ലോ നീ ആ വീട്ടിനകത്ത് കയറിയത്. നീ ഒന്നും മിണ്ടാണ്ടിരിക്കേ. പടി അടച്ച് പിണ്ണം വെക്കുന്നതിന് മുമ്പ് നീ പോയി കാല് പിടിച്ച് മാപ്പ് പറ. അവരൊക്കെ വലിയ ആൾക്കാരല്ലേ, നമുക്കല്ലേ ആവശ്യം. നീ ആ കൊച്ചു തമ്പുരാട്ടിയെ ചെന്ന് കണ്ട് കരഞ്ഞു പറഞ്ഞാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. വേണമെങ്കിൽ ഞാനും കൂടെ വരാം. ചെല്ലു കൊച്ചമണി. പോകുന്നില്ല. അവള് പോവും. അടങ്ങി ഇരുന്നോട് ആട്ടക്കാനും. ഇപ്പഴേ കണ്ടില്ലല്ലോ ബന്ധുക്കളൊക്കെ. അധികാരം അവന്റെ വീട്ടിലെടുത്താ മതി. കൊച്ചപ്പള്ളി, അഹങ്കാരികളാണ് നിന്റെ മക്കള്. അവസ്ഥ അറിഞ്ഞ് നീ അവരെ വളർത്തിയില്ല. അതിന്റെ ഫലം നീ അനുഭവിക്കും. കേട്ടില്ലേ? മതിയായില്ലേ? ഇനി എന്തിനാ അവിടെ നിൽക്കണേ? അന്യായമായി പോയി ആ കുട്ടിയോട് ചെയ്തത്. നീ സുധുവിനെ പോയി കണ്ടോ? ഇല്ല. എന്ത്? എങ്ങനെ അച്ഛാ ഞാൻ അവളുടെ മുഖത്ത് നോക്ക? എന്താ ഞാൻ അവളോട് പറയാ? ഞാൻ പോയി കണ്ടിരുന്നു സാർ. കുറെ നേരം അവിടെ നിന്നു, ഒന്നും മിണ്ടിയില്ല. പോട്ടേന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറ്റി അന്വേഷിച്ചു. വീട്ടിൽ നിന്നിറങ്ങി വേറെ താമസിക്കാണെന്ന് പറഞ്ഞപ്പോ കരഞ്ഞു. നീ അവളെ പോയി കാണും മോനെ. എന്താ മോളെ? അനിയൻ ചേട്ടന് കാപ്പി എടുക്കട്ടെ? നീ എന്താ പൊട്ടു തൊടാത്ത? മറന്നുപോയി. മറക്കരുത്. എനിക്ക് നിന്നെ എന്നും അങ്ങനെ കാണണം, എന്റെ സുധുവായിട്ട്. അത് പറയാനാ ഞാൻ വന്നത്. എന്തിനാ കരയുന്നത്? നിനക്ക് ഞാനില്ലേ മോളെ? എനിക്ക് നിന്നെ എന്റേതാക്കാൻ താലി കെട്ടി ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ വിളിച്ചോണ്ട് പോകും, നീ വരുമെങ്കിൽ. അതല്ല, നിനക്ക് അനിയൻ ചേട്ടൻ അങ്ങനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ
നിനക്ക് ഇഷ്ടപ്പെടുന്ന ആളിനെ കൊണ്ട് നിന്റെ കല്യാണം ഞാൻ നടത്തി തരും. മുത്തശ്ശിയുടെ ആഗ്രഹം എന്റെ ആഗ്രഹത്തെക്കാൾ വലുതാണെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ ഒന്നും പറയാതിരുന്നത്. നീ എന്താ ഒന്നും പറയാത്തത്? ഞാൻ കാപ്പി എടുത്തോണ്ട് വരാം. അമ്മേ